ഹലോ, വീണ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ചെറുപയർ കൂട്ടാൻ, അതാണ് നമ്മൾ ആദ്യമായിട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ പ്രഷർ കുക്കറിൽ നമ്മൾ ചെറുപയറും ഒരു സബോളയുടെ പകുതി സ്ലൈസ് ചെയ്തതും അതേപോലെ തന്നെ നമ്മൾ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എരിവിന് ആവശ്യമായ പച്ചമുളക്. പിന്നെ നമ്മൾ അടുത്തായിട്ട് ഇടാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റാണ്. അത് ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതോ നുറുക്കിയതോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇടാം കേട്ടോ. പിന്നെ ഞാനൊരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് നമ്മൾ പ്രഷർ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതാവുന്ന സമയത്ത് നമ്മൾ അടുത്തൊരു മിക്സി ജാറിലേക്ക് ഒരു പിടി തേങ്ങ ചിരക്കിയത് അതിട്ടിട്ടുണ്ട്. പിന്നെ നല്ല ജീരകം അത് ഞാനൊരു ലേശം ഇടുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അതൊന്ന് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് ചെറുപയറൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ അരച്ച മിക്സിയിലുള്ളത് തേങ്ങ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അധികം തിളച്ച് വരുന്നു വേണ്ട, ഞാൻ ലേശം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ എണ്ണയിലേക്ക് നമ്മൾ കടുകും വറ്റൽമുളകും പൊട്ടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് സൈഡ് ഡിഷായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് പുട്ടാണ്. പുട്ടിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാനിവിടെ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ പ്ലെയിൻ പൊടിയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. കാരണം ഇത് ചക്കക്കുരു പുട്ടാണ്. അപ്പോൾ അത് ഞാനിതങ്ങനെ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി അതേപോലെ തന്നെ പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. എല്ലാവർക്കും താങ്ക് യു.